പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. അപ്പോൾ കുറേ ദിവസം വചനവുമായിട്ട് വരുവാൻ സാധിച്ചില്ല. അതിനും കർത്താവിന് നന്ദി പറയുന്നു. കാരണം ഈ വചനത്തിലേക്ക് നമ്മൾ കൂടുതൽ ആത്മാർത്ഥമായി വചനത്തിലേക്ക് ഇറങ്ങുവാൻ സാധിക്കുമ്പോൾ കർത്താവ് തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നു, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, എൻ്റെ വചനം പഠിക്കുകയും ഗ്രഹിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവനാണ് എൻ്റെ യഥാർത്ഥ ശിഷ്യൻ എന്ന കർത്താവ് തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു. ഈ വാക്കുകളുടെ അന്തസത്ത ശരിക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ വെറുതെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്ന പ്രവൃത്തികൾ വളരെയധികം കുറഞ്ഞ, വചനാധിഷ്ഠിതമായ പ്രവൃത്തികൾ വളരെയധികം കുറവ് ചെയ്യുകയും അതേസമയം വചനപ്രഘോഷണത്തിൽ പോലും ഇടപെടുന്ന ഒരു ആത്മവഞ്ചകനായി എനിക്ക് എന്നെക്കുറിച്ച് തന്നെ തോന്നിയതിനാൽ ഞാൻ മൗനത്തിലേക്ക് മാറ്റപ്പെടുകയായിരുന്നു. ഗാഢമായ ആത്മശോധന. അപ്പോൾ ആ ചിന്തകൾ കറക്റ്റ് തന്നെയാണ്. കാരണം വചനം വായിക്കുന്നു, ധ്യാനിക്കുന്നു, ഷെയർ ചെയ്യുന്നു. സ്വന്തം ജീവിതം എങ്ങനെയുണ്ട്? 100% വചനാധിഷ്ഠിതമാണോ? അല്ല. അതിനകത്ത് പാലിക്കാൻ ബുദ്ധിമുട്ടുള്ളതൊക്കെ വളരെ സെലക്റ്റീവായിട്ട് എടുത്ത് മാറ്റുകയും അതേസമയം പാലിക്കാൻ എളുപ്പമുള്ള കാര്യങ്ങൾ പാലിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു തിരിച്ചറിവിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം അതുപോലെ തന്നെ വിശുദ്ധ ലൂക്ക 3:8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളുമാണ്. വിശുദ്ധ ലൂക്ക വീണ്ടും പറയുന്നു, മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ. മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ. ജനക്കൂട്ടം അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവൻ പറഞ്ഞു, 2 ഉടുപ്പുള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണമുള്ളവനും അങ്ങനെ ചെയ്യട്ടെ. 1 കൂടുതൽ, നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഉള്ളതെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ് എന്നുള്ള സത്യം ഈ വചനങ്ങളിലൂടെ കർത്താവ് നമ്മൾക്ക് വെളിപ്പെടുത്തി തരുന്നു. നമുക്ക് അധികമായിട്ടുള്ളതെല്ലാം മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക. ആ ഒരു വിളിയാണ് കർത്താവ് ഈ വചനങ്ങളിലൂടെ നമുക്ക് നൽകുന്നത്. ഒരുപക്ഷെ പ്രവർത്തിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യവും ഇതൊക്കെ തന്നെ ആയിരിക്കും. ആവശ്യത്തിനേക്കാളധികം വലിയ വീടുകൾ വയ്ക്കുക, ആവശ്യത്തെക്കാളധികം ആഡംബരമായി കല്യാണങ്ങൾ നടത്തുക, അത്യാഡംബരമായ വസ്ത്രം ധരിക്കുക, ആവശ്യത്തിലും വലിയ പത്രാസ് കാണിക്കുവാനുള്ള കാറും കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കൂട്ടുക. ഇതിനൊക്കെ എതിരാണ് കർത്താവ് പറയുന്നു, നിന്റെ ആവശ്യത്തിൽ കൂടുതലുള്ളതെല്ലാം നീ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുവൻ. 2 ഉടുപ്പുള്ളവൻ 1 ഉടുപ്പ് ഇല്ലാത്തവന് കൊടുക്കട്ടെ.
ഈ ഒരു വചനം വെറുതെ വചനമായി കേട്ട് മറക്കാതെ അതനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. ഗോഡ് ബ്ലെസ്.